കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇവിടെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം, എടവണ്ണപ്പാറ കച്ചവടം ഉണ്ടായതിനു ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമര രംഗത്തേക്ക് വ്യാപാരികളെ ഇറക്കി വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് തുടങ്ങിയിട്ട് ഏകദേശം മാസങ്ങളായെങ്കിലും വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇതിനെ കുറ്റിയൊക്കെ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നിയമ നടപടികളൊക്കെ ആലോചിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് വ്യാപാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ഒരു ധാരണയുണ്ട്, കച്ചവടക്കാരെ കണ്ട് ചവിട്ടി കൂട്ടിയിട്ട് നമുക്കിവിടെ റോഡ് ഉണ്ടാക്കാന്നുള്ളൊരു ധാരണയായിട്ട് മുന്നോട്ട് പോയാൽ അത് ലേശം പ്രയാസം ഉണ്ടാവുമെന്ന് മാത്രം ഇവിടെ ആദ്യം ഞാൻ പറയാണ്. കാരണം കൊണ്ടോട്ടിയിലെ ബൈപ്പാസ് എങ്ങനെ ഉണ്ടായത്? കൊണ്ടോട്ടിയിലെ തങ്ങൾസ് റോഡ് വീതി കൂട്ടിയിട്ടുണ്ടോ? 60 കൊല്ലം മുന്നേയുള്ള വീടുകൾ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇവിടെ കാലാകാലങ്ങളായിട്ട് വികസനങ്ങൾ വരും. പക്ഷേ കാലാകാലങ്ങളായിട്ട് വികസനങ്ങൾ വരുമ്പോൾ കച്ചവടക്കാർക്ക് എന്താണോ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് കൊടുക്കാതെ ഇവിടെ എടവണ്ണപ്പാറയിലെ ഒരു കച്ചവടക്കാരൻ നിങ്ങൾക്ക് ഇവിടെ വീതി കൂട്ടാനോ വികസനത്തിനോ മാറിത്തരില്ല എന്ന് ഈ ഒരു ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളെ JCBന്റെ കൈ ഇവിടുന്ന് കൊണ്ടൂല. നിങ്ങളെ JCBയും പോലീസും കേരളത്തിലെ പോലീസൊന്നും എടവണ്ണപ്പാറ വ്യാപാരികൾക്ക് മതിയാവില്ല. അത് കേന്ദ്രസേന വന്നിട്ടൊന്നും തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ വ്യാപാരികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എന്താണോ ഒരു വ്യാപാരിക്ക് നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെടുന്ന സഹായങ്ങൾ കൊടുക്കാതെ നിങ്ങളിവിടെ 2 ദിവസം മുന്നേ വന്നിട്ട് കുറ്റിയടിച്ചപ്പോൾ എതിരില്ല, ഞങ്ങൾ വികസനത്തിനെതിരില്ല. നിങ്ങളിവിടെ മൂലക്കലിരുന്നാട് പറയുന്നുണ്ട് വ്യാപാരികളും വികസനത്തിനെതിരാണ്. എവിടെയാണോ വ്യാപാരികൾ വികസനത്തിനെതിരെ? കേരളത്തിൽ അല്ലാതെ നിങ്ങൾ 3 രാഷ്ട്രീയക്കാരും വന്നിട്ട് ഇവിടെ പറയാണ് ഞങ്ങൾ എതിരാണ്, നിങ്ങൾ മൂലക്കലിൽ ഇരുന്ന് വാട്സപ്പ് പറയാണ് അവിടെ കച്ചവടക്കാരെതിരാണ്, ഓലാരും ഇറങ്ങണില്ല, ഞങ്ങൾ 1 മണിക്കൂർ തന്നാൽ മതി. ഞങ്ങൾ 1 മണിക്കൂർ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വാട്സപ്പ് കൂടെ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി. ഞങ്ങൾ ആളുകളൊക്കെ ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ പോകേണ്ടതെന്നൊക്കെ. പക്ഷെ വികസനത്തിന് ഞങ്ങൾ ആരും എതിരില്ല. ഞങ്ങളെ കളിയാക്കാൻ മെനക്കെട്ടാൽ ലേശം ബുദ്ധിമുട്ടാവും. വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാതെ എടവണ്ണപ്പാറയിൽ നിങ്ങൾ ഒരു വികസനം ഇവിടെ നടക്കൂല. ഒരുപാട് കാര്യങ്ങൾ നടത്താണ്ട്. കൊണ്ടോട്ടിയിൽ എങ്ങനെ വികസനം നടത്തി നിങ്ങൾ പഠിക്കും. മഞ്ചേരിയിൽ എങ്ങനെ ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ് അവിടെ വികസനം ഉണ്ടായത് നിങ്ങൾ പഠിക്കും. അരീക്കോട് എങ്ങനെ വികസനം ഉണ്ടായത്, കോഴിക്കോട് ബൈപ്പാസ് എങ്ങനെ ഉണ്ടായത്, ഇതൊക്കെ എങ്ങനെ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിട്ടാ നിങ്ങൾ പറയാം. ഞങ്ങൾ 10-200 ഞങ്ങൾ 100 ജില്ലാ വ്യാപാരികൾ, 100 ജില്ലാ വ്യാപാരികളല്ല, ഇവിടെ 700 ജില്ലാ വ്യാപാരികളുണ്ട്. ഞങ്ങൾക്ക് ഒരേ മാതിരി അതൊക്കെ 100 ജില്ലാ വ്യാപാരികളെ പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാനത്തൊക്കെ ഞങ്ങൾ ഈ പരിപാടി ആഹ്വാനം ചെയ്യും. ഇവിടെ അനങ്ങാൻ കഴിയില്ല. ഞങ്ങളെ വ്യക്തമായ, ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്കൊരു 3 മിനിറ്റേ ഇവിടെ നമ്മളെ സംഘാടകർ അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒരൊറ്റ വാക്കുകൂടി കൂടുതൽ പറയാതെ നിർത്തുകയാണ്. ഞങ്ങളെ വ്യാപാരികൾക്ക് ഒന്നുകൂടി അടിയുറച്ച് ചെയ്ത രാഷ്ട്രീയക്കാരോ ആരെങ്കിലും വ്യാപാരികൾക്ക് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചോളി. ഞങ്ങളവിടെ പോകുന്ന വ്യാപാരികൾക്ക് അർഹമായ എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട വീതം മുഴുവൻ കൊടുക്കാതെ ഇവിടെ നിങ്ങൾ ഒരു JCB ആയിട്ട് മാന്താൻ വന്നിട്ടൊന്നും കാര്യമില്ല. അത് നടക്കൂല. വളരെ വ്യക്തമായിട്ട് പറയാണ്. അത് നിങ്ങൾ ഏത് പോലീസ് വന്നു കഴിഞ്ഞാലും എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായ ഏകോപന സമിതിന് മുന്നിൽ നിങ്ങളെ പോലീസൊന്നും വിലപ്പോവില്ല, ഒരു ടീമും വിലപ്പോവില്ല. അതിന് ആവശ്യമായ നടപടികൾ എടുക്കാൻ പല രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് ബൈപ്പാസ് ഒക്കെ പല രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അത് എടവണ്ണപ്പാറയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊണ്ടോട്ടിയിലൊക്കെ ബൈപ്പാസ് വന്നതാണ്, തിരക്കൊഴിഞ്ഞതാണ്. 100 കൊല്ലം മുന്നേയുള്ള കെട്ടിടങ്ങൾക്ക് എപ്പോഴും പല സ്ഥലങ്ങളിലും കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു 100 വ്യാപാരികളെ വിളിച്ചാണ്ട് ഓലാണ്ട് പോയിക്കോളും. ഓല അങ്ങനെയാവും. ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് TV ഇബ്രാഹിം MLA സാറിനെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഔദ്യോഗികമായിട്ടല്ല വിളിച്ചു കേട്ടോ, ഞാൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട്, ഞാനും ചെറിയ രാഷ്ട്രീയമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എടവണ്ണപ്പാറയിൽ വന്ന എൻ്റെ രാഷ്ട്രീയം വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റാണ്. ഇവിടുത്തെ വ്യാപാരി വ്യവസായ എടവണ്ണപ്പാറ യൂണിറ്റിൽ ഒരു ആളുകൾക്ക് ഒരു മെമ്പർമാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടേ ഞങ്ങൾക്ക് രാഷ്ട്രീയമുള്ളൂ. ഇത് ഞങ്ങൾ അരിപ്രശ്നം കഴിഞ്ഞ് ഞങ്ങൾക്ക് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ രാഷ്ട്രീയമല്ല. ആദ്യം ഞങ്ങളെ അരിപ്രശ്നം നടക്കണം. ആ അരിപ്രശ്നം ഞങ്ങൾ 100ഓളം വ്യാപാരികളെ ചവിട്ടി മുഴുക്കി മുന്നോട്ടാക്കിയിട്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാനുള്ള ധാരണ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഇതുവരെ ഞങ്ങൾ വ്യാപാരികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എന്ത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വികസനത്തിന്റെ പേരിൽ ഞങ്ങൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടേ നിങ്ങളെ ഏത് വികസനം ഇവിടെ നടക്കുള്ളൂ. ഞങ്ങൾ എല്ലാ വികസനത്തും നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിങ്ങൾ കൂടുതലുണ്ടാവും. അല്ലാതെ നിങ്ങൾ വികസനം വന്ന് നാളെ എടവണ്ണപ്പാറയിലെ വ്യാപാരികളെ ഒഴിപ്പിക്കാൻ തന്നെ അരീക്കോട് റോട്ടിലും കൊണ്ടോട്ട് റോട്ടിലും വാഴക്കാട് റോട്ടിലും എളമറ റോട്ടിലും ഞങ്ങളെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്താൽ തടയാൻ ആളുണ്ടാവും. നിങ്ങളെ JCBയും കേരള പോലീസും അതായത് ഇവിടെ നിങ്ങളെ ഇന്ത്യൻ നേവി എന്നതിന് മതിയാവില്ല. ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാണ്, ഈ ഒരു പ്രോഗ്രാമിന് വെറും 2 മണിക്കൂറാണ് കടകൾ അടയ്ക്കാൻ പറഞ്ഞത്. 2 മണി മുതൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനം ചെയ്തിട്ട് 3 മണിക്ക് 4 മണിക്ക് കട അടക്കണം. 3:55 ഷട്ടർ താഴെ തുടങ്ങി. 3:50 ഷട്ടർ 4
മഴയേക്കാളോടുകൂടി എല്ലാവരും കടമടച്ചു. ഞങ്ങളെ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നം ഞങ്ങൾക്ക് തീർക്കാൻ അറിയാം. അത് ഞങ്ങൾ അതുപോലെ തന്നെ തീർക്കും. ഈ ഒരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒരുപാട് ആൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ വ്യാപാരികളോട് കൂടെ നിന്നുകൊണ്ട് അവർക്ക് അർഹമായ ആനുകൂല്യം ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് വ്യാപാരി. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.